മകളെ, നമ്മളെ മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഇതിന്റെ ഒരു ഭാഗം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. റൊട്ടേഷൻ എന്താണ്, റവല്യൂഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആക്ച്വലി ഋതുക്കൾ എന്ന് പറയുന്ന സീസണുകൾ എന്ന് പറയും. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ പല ആളുകൾക്കും ഇതിന്റെ ഡേറ്റുകളൊക്കെ മാറിപ്പോവാറുണ്ട്. ആ ഡേറ്റുകളൊക്കെ മാറിപ്പോവാതിരിക്കാൻ ഐഡിയ, ഒരു നൈസ് ആയിട്ടുള്ള ഐഡിയയും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും അവസാനം മക്കൾക്ക് പറഞ്ഞുതരും. സോ കൃത്യമായിട്ടൊരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. നിർബന്ധമായിട്ടും എക്സാമിനേഷൻ ചോദിക്കുന്ന ഭാഗം കേട്ടോ. അപ്പൊ മക്കളെ നോക്കേണ്ട ഭാഗം ഇതാണ്. മക്കളെ 4 സീസൺസുകളാണ്, 4 ഋതുക്കളാണുള്ളത്. ഒന്നാമത്തെ വസന്തകാലം എന്ന് പറയും, സ്പ്രിംഗ് സീസൺ ആണ്. രണ്ടാമത്തെ ഗ്രീഷ്മകാലം എന്ന് പറയും, സമ്മർ സീസൺ. മൂന്നാമത്തെ ശരത്കാലം എന്ന് പറയും, ഓട്ടം സീസൺ ആണ്. നാലാമത്തെ ശൈത്യകാലം എന്ന് പറയും, വിന്റർ സീസൺ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഡീറ്റെയിൽ വേണം, ഡീറ്റെയിൽ തരാടോ. തരാം. ഒന്നാമത്തെ കാലമായ സ്പ്രിംഗ് സീസൺ, വസന്തമാണ്. വസന്തം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പൂക്കളൊക്കെ അങ്ങോട്ട് പൂന്തോട്ടെ, പൂക്കൾ അങ്ങോട്ട് പൂക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കാം. പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലമാണ്. നമ്മളെന്ത് വസന്തമാണ്, സ്പ്രിംഗ് ആണ്, സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മരങ്ങളൊക്കെ പൂ വരുന്നു, അതിനൊക്കെ കായ് വരുന്നു. ആ ഒരു കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണത് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്ന് പറയാനുള്ളത്. മാത്രമല്ല ഡ്യൂറിംഗ് ദിസ് ടൈം ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്ന ഒരു സമയമാണ്. അത് നമുക്ക് ഡീറ്റെയിൽ പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും കേട്ടോ. എന്നാൽ രണ്ടാമത്താണ് സമ്മർ സീസൺ, ഗ്രീഷ്മകാലം. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തെയാണ്, സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ. ഗ്രീഷ്മകാലം എന്ന് പറയാം, വേനൽ എന്ന് പറയുമ്പോൾ തണുപ്പായിരിക്കോ? അല്ല, ചൂടായിരിക്കും. അത് തന്നെയാണ്. അഥവാ ഹൈ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും, ഉയർന്ന അന്തരീക്ഷ താപനില ഉണ്ടായിരിക്കും. ജനറലി ലോങ്ങർ ഡേയ്സ്, പകലാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. കാരണം സൂര്യപ്രകാശം കുറെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല ചൂടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പകലിന്റെ അളവൊക്കെ ഭയങ്കര കൂടുതലുള്ള സമയമാണ് സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ, ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ. എന്നാലേ മൂന്നാമത്താണ് ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ ശരത്കാലം എന്ന് പറയും. ശരത്കാലം എന്ന് പറഞ്ഞാൽ ഓട്ടം സീസൺ നമ്മളെ വിന്ററിന് തൊട്ട് മുൻപാ. നമ്മൾ എന്ത് ചെയ്യുന്നു, തണുപ്പ് കാലം ശൈത്യകാലത്തിലേക്ക് പോകണം. അതിന് തൊട്ട് മുൻപായതുകൊണ്ട് തന്നെ വിന്ററിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്. മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന കാലഘട്ടമാണ്. മരങ്ങളൊക്കെ ശൈത്യകാലത്തിന് മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്ന കാലഘട്ടമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ. ഡ്യൂറിംഗ് ദ ടൈം ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസസ്. പകലിന്റെ ദൈർഘ്യം എന്ത് ചെയ്യുന്നു, ക്രമേണ കുറഞ്ഞു വരും. കാരണം വിന്ററിലേക്ക് എത്തുന്ന സമയത്ത് പകൽ വളരെ കുറവായിരിക്കും, രാത്രി ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്നാൽ ഏറ്റവും അവസാനത്താണ് മക്കളെ വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം എന്ന് പറയും. ശൈത്യകാലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലോ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ. കാരണം നല്ല തണുപ്പുണ്ടായിരിക്കാം, കുറഞ്ഞ അന്തരീക്ഷ താപനിലയാണ്. ചില സ്ഥലങ്ങളിൽ എന്തുണ്ടായിരിക്കുന്നോ, സ്നോഫാൾ, മഞ്ഞുവീഴ്ച വരെ എന്തുണ്ടായിരിക്കും. ലോങ്ങർ നൈറ്റ്സ്, പകൽ രാത്രിയുടെ ദൈർഘ്യം എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. ഇതിന്റെ കൂടെ വളരെ വൃത്തിയിൽ പഠിക്കേണ്ടതാണ് ഈ ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഇത് ഓരോ സീസണുകൾ ഉണ്ടാക്കുന്ന ഡേറ്റുകൾ എങ്ങനെയാണ് അത് പഠിക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടാ ഈ 2 ടേബിളുകളാണ്. ഇത് കണ്ടാൽ തന്നെ നമ്മുടെ തല കറങ്ങിയിട്ട് പോകും. കാരണം എന്താണ്, ഇതിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബട്ട് ഇതിനെ ഞാൻ എളുപ്പത്തിൽ മക്കൾക്ക് പറഞ്ഞുതരാം. മക്കൾ ഈ ഒരു പിക്ചർ പഠിച്ചു വെച്ചാൽ മതി. ഇതെന്താ പിക്ചർ എന്ന് അറിയോ? അതാദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ മക്കളെ, ഇത് ഭൂമിയാണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഭൂമിയുടെ ബാക്കി കഷ്ടപ്പുറത്തിന്റെ ഇവിടെയുള്ള ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. ഈ 23 ഡിഗ്രി നോർത്തിലുള്ളതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായൻ രേഖ എന്നാണ് വിളിച്ചിട്ടുള്ളത്, അറിയാലോ. അതേസമയം 23 ഡിഗ്രി സൗത്തിലുള്ളതിന് എന്ത് ചെയ്തു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായൻ രേഖ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് അറിയാം. അതിൽ മക്കളെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായൻ രേഖയുടെ നേരെ മുകളിൽ ഭൂമി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരുണ്ടായിരുന്നു സമ്മർ സോൾസ്റ്റൈറ്റ്സ്, ഗ്രീഷ്മ അയനാന്ത ദിനമെന്ന്. അല്ലെ, ജൂൺ 21 വിളിച്ച പേരെന്തായിരുന്നു, സമ്മർ സോൾസ്റ്റൈറ്റ്സ്, ഗ്രീഷ്മ അയനാന്ത ദിനമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഗ്രീഷ്മകാലം അഥവാ സമ്മർ സീസൺ തുടങ്ങുന്നു. അപ്പൊ ജൂൺ 21 സമ്മർ സീസൺ തുടങ്ങിയാൽ എന്നാണ് അവസാനിക്കുക മക്കളെ, സെപ്റ്റംബർ 23 അവസാനിക്കുക. അപ്പൊ ഗ്രീഷ്മകാലം ജൂൺ 21 തുടങ്ങിയാൽ സെപ്റ്റംബർ 23 അവസാനിക്കുള്ളൂ. ഓക്കെ ആണല്ലോ മക്കളെ. സമ്മറിന്റെയും വിന്ററിന്റെയും ഇടയിലുള്ള ആളാരോ, അത് ഓട്ടമാണ്. അപ്പൊ എന്ത്, ഓട്ടം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 തുടങ്ങിയിട്ട് ഡിസംബർ 22 അവസാനിക്കുന്നു. ഡിസംബർ 22 എന്ന് പറയുന്നത് ശൈത്യ അയനാന്ത ദിനമാണ്, വിന്റർ സോൾസ്റ്റൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 22 എന്ത് ചെയ്യുന്നു, വിന്റർ സീസൺ, ശൈത്യകാലം തുടങ്ങിയിട്ട് മാർച്ച് 21 അവസാനിക്കുന്നു. ഡിസംബറിലല്ലേ നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പുണ്ടാവാറില്ല, അത് ഓർത്ത് നോക്കിയാൽ മതി. എന്നാൽ മാർച്ച് 21 തുടങ്ങുന്ന സ്പ്രിംഗ് സീസൺ ജൂൺ 21 അവസാനിക്കുന്നു. സോ ഈ ഒരു ട്രാക്കിന് കൃത്യമായിട്ട് മക്കൾ പഠിക്കണം. ഈ ട്രാക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ മക്കൾക്ക് ഏത് ഓർമ്മയിൽ വേണമെന്നറിയോ, നമ്മുടെ ഏതൊക്കെ ഓർമ്മയിൽ വേണം, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ്, ഇക്വിനോക്സസ് ഒക്കെ ഓർമ്മയിൽ വേണം. പക്ഷെ ഈ കാര്യം മക്കൾ പഠിച്ചിട്ടുണ്ടോ?
ഇതിൽ യോധയിലുള്ള മക്കളുണ്ടായിരിക്കും, അവരിത് വെള്ളം പോലെ പഠിച്ചിട്ടുള്ള. എന്നാൽ നമ്മുടെ ബാക്കിയുള്ള മക്കൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് ആ ഭാഗം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈവുകളും മറ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ സീസണുകളൊക്കെ എവിടെ ഉണ്ടാവാറ് മക്കളെ, ഈ ഋതുക്കളൊക്കെ ഉണ്ടാവാറുള്ള നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളത്തിന്റെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാപ്പിൽ ഈ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിന്റെ കഥ മാത്രം പറയും. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ പഠിക്കേണ്ടത്. ഉദാഹരണം, ഇവിടെ വസന്തമാണെങ്കിൽ ഇവിടെ ശരത്തായിരിക്കും, ഇവിടെ ഗ്രീഷ്മമാണെങ്കിൽ ഇവിടെ ശൈത്യമായിരിക്കും, ഇവിടെ ശരത്താണെങ്കിൽ ഇവിടെ വസന്തമായിരിക്കും, ഇവിടെ ശൈത്യമാണെങ്കിൽ ഇവിടെ ഗ്രീഷ്മമായിരിക്കും. മക്കൾ നോക്കിക്കേ, ഇവിടെ സ്പ്രിംഗ് ആണെങ്കിൽ ഇപ്പുറം ഓട്ടമായി, ഇവിടെ സമ്മർ ആകുമ്പോൾ ഇവിടെ വിന്റർ ആയി, ഇവിടെ ഓട്ടമായപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആയി, ഇവിടെ വിന്റർ ആയപ്പോൾ ഇവിടെ സമ്മർ ആയി. അങ്ങനെ ആയിരിക്കും അതിന്റെ ഓർഡർ ഉണ്ടായിരിക്കാം. സോ ഈ ഒരു മാപ്പ്, ഈ ഒരു പിക്ചർ മക്കളുടെ പുസ്തകത്തിൽ എല്ലാവരും വരച്ചു വെച്ചോ. ഏറ്റവും സിമ്പിൾ ആക്കിക്കൊണ്ട് നിങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഐഡിയ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, 4 സൂര്യനൊക്കെ വരച്ചു തന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മക്കളെ, യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുടെ വേഗം തന്നെ ജോയിൻ ചെയ്തു. നമ്പർ അറിയാലോ, നമ്പർ എല്ലാവർക്കും അറിയാലോ. നമ്മൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ ഏതാണ്? അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വേഗം ഞാനിതാ എഴുതിയിട്ട് തരാം. ഈ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചോ, 995400 ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്തേക്കാം. സെറ്റായിട്ട് നമുക്ക് അവിടെ പഠിക്കാം. ഓരോ ചാപ്റ്ററുകളെയും നമ്മൾ ഡീറ്റെയിൽ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ, ബൈ.